നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരളത്തിലും പരീക്ഷാ കേന്ദ്രമുണ്ട്, അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്കും ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ് നിലവിൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഒക്ടോബർ 20 ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, റിക്രൂട്ട്മെന്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് വർക്കേഴ്സ് ഇൻ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്, നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ NFL അഥവാ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൻ്റെ വിവിധ പ്ലാന്റുകളിലായിട്ടാണ്, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ പ്ലാന്റുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളുള്ളത്. അതിൽ ആദ്യത്തെ നമുക്കിവിടെ കാണാം, പാനിപ്പത്ത് യൂണിറ്റിലുള്ള ഒഴിവുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടേബിളിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രൊഡക്ഷൻ പോസ്റ്റിൽ 40 ഒഴിവുകളാണുള്ളത്. 23,000 മുതൽ 56,000 രൂപ വരെയുള്ള പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കുക. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻസ്ട്രുമെന്റേഷൻ, അതിൽ 3 ഒഴിവുകളുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ 5 ഒഴിവുകൾ. അറ്റൻഡന്റ് ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ 9 ഒഴിവുകൾ. ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 3 5 ഒഴിവുകൾ. അത്തരത്തിലാണ് പാനിപ്പത്ത് യൂണിറ്റിലുള്ള ഒഴിവുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ പാനിപ്പത്ത് യൂണിറ്റിൽ എല്ലാ പോസ്റ്റുകളിലുമായിട്ട് ചേർത്ത് ഏകദേശം 62ഓളം വാക്കൻസീസ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടേബിളിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാം, ബദിൻഡ യൂണിറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രൊഡക്ഷൻ പോസ്റ്റിൽ 26 ഒഴിവുകൾ. എല്ലാ പോസ്റ്റുകളിലേക്കും പേ സ്കെയിൽ വരുന്ന 23,000 മുതൽ 56,500 രൂപ വരെയാണ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻസ്ട്രുമെന്റേഷൻ 6 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ 1 ഒഴിവ്. ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 2 1 ഒഴിവ്. ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 3 6 ഒഴിവുകൾ. അറ്റൻഡന്റ് ഗ്രേഡ് 1 മെക്കാനിക്കൽ ഫിറ്റർ 3 ഒഴിവുകൾ. അതുപോലെ തന്നെ അറ്റൻഡന്റ് ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ 6 ഒഴിവുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 49ഓളം വാക്കൻസീസ് ആണ് ബദിൻഡ യൂണിറ്റിൽ മാത്രമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ടേബിളിൽ നൽകിയിരിക്കുന്ന വിജയ്പൂർ യൂണിറ്റിലുള്ള ഒഴിവുകളാണ്. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രൊഡക്ഷൻ 21 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻസ്ട്രുമെന്റേഷൻ 6 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ 1 ഒഴിവ്. ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 2 3 ഒഴിവുകൾ. ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 3 8 ഒഴിവുകൾ. അറ്റൻഡന്റ് ഗ്രേഡ് 1 മെക്കാനിക്കൽ ഫിറ്റർ 14 ഒഴിവുകൾ. അറ്റൻഡന്റ് ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ 4 ഒഴിവുകൾ. അത്തരത്തിൽ 57ഓളം വാക്കൻസീസ് ആണ് വിജയ്പൂർ യൂണിറ്റിലായിട്ട് മാത്രമുള്ളത്. ഇനി അവസാനം മാർക്കറ്റിംഗ് ഡിവിഷനിലേക്കുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് റെപ്രസെന്റേറ്റീവ് പോസ്റ്റുകളിലേക്ക് 15 ഒഴിവുകളാണത്. 24,000 മുതൽ 67,000 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് മാർക്കറ്റിംഗ് റെപ്രസെന്റേറ്റീവ് പോസ്റ്റിന് ലഭിക്കുക. അത്തരത്തിൽ എല്ലാ യൂണിറ്റുകളിലും സെക്ഷനുകളിലുമായിട്ട് ഏകദേശം 183ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. യൂണിറ്റുകൾ കേരളത്തിൽ ഇല്ലെങ്കിൽ കൂടി കേരളത്തിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്, അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി പറയുന്ന പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കിവിടെ കാണാം, ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രൊഡക്ഷൻ പോസ്റ്റ് ആണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ BSc കഴിഞ്ഞ 50% മാർക്കോടുകൂടി BSc കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം. SC/ST കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് ഉണ്ടായാലും മതി. അതല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻസ്ട്രുമെന്റേഷൻ ഒഴിവാണ്. ഇനി പറയുവാൻ പോകുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ,
ഈ പറഞ്ഞ ഡിസിപ്ലിനുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്ന ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. BA അല്ലെങ്കിൽ BTech അല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത അറ്റൻഡന്റ് ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. ഇതിലേക്ക് മെട്രിക് പ്ലസ് റെഗുലർ ITI, അതായത് 10ാം ക്ലാസ്സിന് ശേഷം ITI ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അറ്റൻഡന്റ് ഗ്രേഡ് 1 മെക്കാനിക്കൽ ഫിറ്റർ പോസ്റ്റാണ്. SSLCക്ക് ശേഷം ITI ഫിറ്റർ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അടുത്ത് വരുന്ന ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 3 പോസ്റ്റാണ്. SSLCയോടൊപ്പം ITI മെക്കാനിക് ഡീസൽ കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അതല്ലെങ്കിൽ SSLCക്ക് ശേഷം NAC സർട്ടിഫിക്കറ്റ്, അതായത് NCVT അവാർഡ് ചെയ്യുന്ന NAC സർട്ടിഫിക്കറ്റ് മെക്കാനിക്കൽ ഡീസൽ ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അടുത്ത ലോക്കോ അറ്റൻഡന്റ് ഗ്രേഡ് 2 പോസ്റ്റാണ്. 3 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് റെപ്രസെന്റേറ്റീവ് പോസ്റ്റാണ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാർക്കിന്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പോസ്റ്റുകളിലേക്കും 50% മാർക്കാണ്. ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷാ ഫീസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 200 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. SC ST PWBD എക്സ് സർവീസ്മാൻ ഡിപ്പാർട്ട്മെന്റൽ കാറ്റഗറി എന്നീ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 200 രൂപ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കി എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആളുകളും 200 രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകം നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 21 മുതൽ, അതായത് ഇന്ന് മുതൽ നവംബർ 10 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴത്തേനും യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൈവശം വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ എല്ലാം സ്കാൻ ചെയ്ത കോപ്പികൾ കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫാണ്. അതായത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. 200 KB ആണ് അതിന്റെ മാക്സിമം സൈസ്. PDF ഫോർമാറ്റിലുള്ള SSLC സർട്ടിഫിക്കറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. പിന്നീട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണോ അതിന്റെ എല്ലാം സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. മാക്സിമം സൈസ് 200 KB ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെയും സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾക്ക് എടുത്തു വെക്കാം. അതിന്റെ മാക്സിമം സൈസ് 200 KB ആണ്. എല്ലാ ഫയലുകളുടെയും മാക്സിമം സൈസ്, PDF ഫയലുകളുടെ എല്ലാം മാക്സിമം സൈസ് 200 KB ആണ്. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സ്, SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നീട് EW സർട്ടിഫിക്കറ്റ് ഉള്ളവരും അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റും PDF ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡ്, പാൻ നമ്പർ, പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. PDF ഫോർമാറ്റിലുള്ള 200 KB ഉള്ളിൽ സൈസ് വരുന്ന ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നീട് ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫിന്റെ സൈസ് മാക്സിമം 50 KB ആണ്. ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചർ ഫയലും ആവശ്യമായിട്ട് വരും. സിഗ്നേച്ചറിന്റെ മാക്സിമം സൈസ് 20 KB ആണ്. സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ PDF ഫോർമാറ്റിലുള്ള 200 KB ഉള്ളിൽ സൈസ് വരുന്ന PDF ഫോർമാറ്റിലുള്ള ഫയലുകളായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ഓൺലൈൻ എക്സാമിനേഷന്റെ സെന്ററുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, കേരളത്തിൽ കൊച്ചിയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റർ കാണുന്നത്. 2 പ്രിഫറൻസ് നിങ്ങൾ നൽകണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രിഫറൻസ് എന്തായാലും തീർച്ചയായിട്ടും കൊച്ചി തന്നെയായിരിക്കും. രണ്ടാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ അടുത്ത് കാണുന്ന ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള ലൊക്കേഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കേരളത്തിൽ കൊച്ചിയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് ഇവിടെ കാണുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷന്റെ മാർക്കും പിന്നീട് നിങ്ങളുടെ ഒരു സ്കിൽ ടെസ്റ്റ് ചിലപ്പോൾ അവർ കണ്ടക്ട് ചെയ്യും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ ഒരിക്കൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 21 ഇന്ന് മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നവംബർ 10 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും സ്കാൻ ചെയ്ത PDF ഫോർമാറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെയും ഫോട്ടോഗ്രാഫിന്റെയും സ്കാൻ ചെയ്ത JPG ഫോർമാറ്റിലുള്ള ഫയലുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേജിൽ നിന്നുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്കിവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം.
ഈ ഒരു രജിസ്റ്റർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID 2 തവണ നൽകണം. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് 8 മുതൽ 14 വരെ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മിനിമം 8 ക്യാരക്ടേഴ്സ് അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരിക്കൽ കൂടി നൽകി കൺഫേം ചെയ്യുക. പിന്നീട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. ഒരിക്കൽ കൂടി കൺഫേം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ ഫോൺ നമ്പറിലേക്കും ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജസിൽ ഈ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇത്തരത്തിലുള്ള ഒരു 6 ഡിജിറ്റ് OTP ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൻ്റെ ഇൻബോക്സോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൊമോഷൻ സെക്ഷനിലായിരിക്കും ഇത്തരത്തിലൊരു മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. nfl@onlineregistrationforms.com എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് OTP വരിക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു 6 ഡിജിറ്റ് OTP അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്ത് ഈ എൻ്റർ OTP എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു 6 ഡിജിറ്റ് OTP നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നതിന് ശേഷം വാലിഡേറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ കാണുന്ന സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. രജിസ്ട്രേഷൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരിക്കൽ കൂടി നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. നേരത്തെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുമ്പോൾ പറഞ്ഞതുപോലെയുള്ള സൈസിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കി വെക്കുക. എന്നതിന് ശേഷം ഈ ഒരു പേജിൽ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇനി ഒരു പേജിന്റെ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡയലോഗ് ബോക്സ് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു എന്നുള്ളൊരു കൺഫർമേഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ആ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് ഇനേബിൾ ആവുന്നത് കാണാം. അതിനുശേഷം ഈ കാണുന്ന താഴെ കാണുന്ന നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കണ്ടിന്യൂ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാം ഓരോ സ്റ്റേജസും കംപ്ലീറ്റ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത സെക്ഷനുകളിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞ് പോസ്റ്റ് സെലക്ഷൻ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. ഏത് പോസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം പനിപ്പത്ത്, ബതിണ്ട, അതുപോലെ തന്നെ വിജയ്പൂര്, മാർക്കറ്റിംഗ് ഡിവിഷൻ, ഈ പറയുന്ന 4 സെക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. നോട്ടിഫിക്കേഷനിൽ പോയി നിങ്ങൾ ഏത് ലൊക്കേഷനിലുള്ള ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ അത് ഇത്തരത്തിൽ ഇപ്പോൾ പനിപ്പത്താണെങ്കിൽ പനിപ്പത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പോസ്റ്റിൻ്റെ പേരാണ് പിന്നീട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കിവിടെ താഴെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അത് അത്തരത്തിൽ സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിന്റെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റിന്റെ പേര് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേര്, മറ്റുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് നൽകാവുന്ന, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെ നൽകാവുന്നതാണ്. പിന്നീട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത പേജിൽ. നിങ്ങൾ ആ ഒരു പേജ് പേഴ്സണൽ ഡീറ്റെയിൽസും ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിന്റെ അവസാന ഭാഗത്തും സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഒരു സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പിന്നീട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സെക്ഷനിലേക്ക് എനിക്ക് പോവുക. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സെക്ഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. ഏത് കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോസ്റ്റിന് അടിസ്ഥാനമായ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു യോഗ്യത ഏതാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ആ ഒരു പേജും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടെ ആഡ് ചെയ്യാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതും സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ആ ഒരു പേജും കംപ്ലീറ്റ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന് പറയുന്ന 6ാമത്തെ സ്റ്റേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൈസിലുള്ള നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 7ാമത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സെന്ററുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. 2 സെന്ററുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കേരളത്തിൽ കൊച്ചി സെന്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊച്ചി തന്നെ സെലക്ട് ചെയ്യാം. പിന്നീട് ചെന്നൈ, ബാംഗ്ലൂർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2ാമത്തെ ഒരു സെന്റർ കൂടി നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതും സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്ക്ലൈമർ സെക്ഷൻ ആയിരിക്കും വരിക. ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രിവ്യൂ കൂടി ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പേയ്മെന്റ് സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. പേയ്മെന്റ് സെക്ഷനിൽ പേയ്മെന്റ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നടക്കുക. SC/ST കാൻഡിഡേറ്റ്സിനൊന്നും ഈ പറയുന്ന പേയ്മെന്റ് ഉണ്ടായിരിക്കില്ല. മറ്റു കാറ്റഗറിയിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് 250 രൂപ ഫീസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ്, അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് നടത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പേയ്മെന്റ് കൂടി നടത്തി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുക. നിങ്ങൾ ഫീസ് കൂടി അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷാ ഫോം, ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവസാന പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മറക്കരുത്. കാരണം പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന 9 സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ നേരത്തെ ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞതുപോലെയുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കി വെക്കുക. ഈ പറയുന്ന ഒരു ലിസ്റ്റിൽ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ 8ാമത്തെ പേജിലാണ് ആ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിൻ്റെ എല്ലാം ഇതിൽ പറഞ്ഞിരിക്കുന്ന സൈസിലുള്ള, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലുള്ള ഫയലുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിന് ശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. മാത്രമല്ല ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കി ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. എല്ലാ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.